രോമാഞ്ചം കണ്ടിട്ട് നല്ല ആവേശമായിരുന്നു. ശരിക്കും നല്ല ആവേശമുള്ള ക്രൗഡിൻ്റെ കൂടെ ഇരുന്നാണ് കണ്ടത്. ആ സിനിമ അങ്ങനെ തന്നെ കാണണമായിരുന്നു. പിന്നീട് അത് OTTയിൽ വന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്ര സംഭവമായിട്ട് തോന്നിയില്ല. അതൊരു തിയേറ്ററിക്കൽ വാച്ചായിരുന്നു. അതും തിയേറ്ററിൽ ഒരുപാട് പേരുമായിട്ട് നമ്മൾ ആഘോഷിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമ തന്നെ ആയിരുന്നു. ഞാൻ പല സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ റിവ്യൂ എന്ന ടൈറ്റിലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൽ പറയാറുണ്ട്, ഇത് നിങ്ങൾ തിയേറ്ററിൽ കാണേണ്ട സിനിമയാണെന്ന്. കാരണം അത് തിയേറ്ററിൽ നമുക്ക് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അങ്ങനെ രോമാഞ്ചം കണ്ടപ്പോൾ നല്ല ആവേശമായിരുന്നു. ഇനിയിപ്പോൾ ആവേശം വരികയാണ്, അതേ സംവിധായകൻ്റെ തന്നെ, ജിത്തു മാധവൻ്റെ തന്നെ. അപ്പോൾ ആവേശം കണ്ട രോമാഞ്ചം വരുമോ? എനിക്ക് രോമാഞ്ചം വരുമെന്ന് തന്നെയാണ് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് അതിലെ പാട്ടുകളും അതിലെ വിഷ്വൽസും ടീസറും അതിലത്തെ വിഷ്വൽസും സൗണ്ടും എല്ലാം കൊണ്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു രോമാഞ്ചമുണ്ട്. അത് തിയേറ്ററിലേക്ക് എത്താൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതൊരു പ്രീ വ്യൂ വീഡിയോ ആണ്, എന്ന് വെച്ചാൽ റിവ്യൂ അല്ല. അതിൻ്റെ ടീസർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു ബേസിക് കഥ എന്തായിരിക്കും എന്നുള്ളതും ഇതിൽ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നും പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആണിത്. വേണമെങ്കിൽ ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയത്തേക്കൊന്ന് സ്കിപ്പ് ചെയ്യാം. കാര്യം ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു സ്റ്റോറി ലൈൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ച് സംസാരിക്കാം. ഈ സിനിമയിൽ ഇതിപ്പോൾ ഫഫയുടെ പടമാണ്. ഫഹദ് ഫാസിലിനെ വെച്ചിട്ട് തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളതും. രംഗണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ് നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുന്നതും. പക്ഷേ എനിക്ക് തോന്നുന്നു രംഗണ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കഥയിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് 3 സുഹൃത്തുക്കളിലൂടെ ആയിരിക്കും സംഭവിക്കാമെന്നാണ് ടീസർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അവർ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കി നമ്മൾ തിരിച്ചടിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു കോളേജ് കാണിക്കുന്നുണ്ട്, ഒന്നെങ്കിൽ MBA അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ബാംഗ്ലൂർ കോളേജിൽ പഠിക്കാൻ വരുന്ന 3 സുഹൃത്തുക്കൾ. അവർ കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്, പിള്ളേരുമായിട്ട് മിക്കവാറും അടി ഉണ്ടാവുന്നുണ്ടാവും. ചിലപ്പോൾ സീനിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതേ കോളേജിൽ തന്നെയുള്ള ആളുകൾ. എന്തായാലും അവരോട് മുട്ടി നിൽക്കണമെങ്കിൽ ഇനി ഈ കോളേജിൽ തന്നെ പിള്ളേരെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല, ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കണം എന്ന 3 കൂട്ടുകാർ തിരിച്ചറിയുകയാണ്. അതിന് പറ്റുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ടാവും. നമ്മളും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണല്ലോ, ലോക്കൽസിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ്. നമുക്ക് കോളേജിൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ലോക്കൽ സപ്പോർട്ട് തേടിയിട്ട് ലോക്കൽ ബാറിൽ പോയാൽ നമുക്ക് ആ കമ്പനി കിട്ടുമെന്ന് മനസ്സിലാക്കി അവിടെ പോവുകയും അവിടെ നിന്നൊരാളെ പരിചയപ്പെടുകയും പിന്നെ രംഗണ്ണനെക്കുറിച്ച് കേട്ട് അതായത് ഫഹദ് ഫാസിലിനെ സിനിമയിൽ നമ്മൾ കാണുന്നതിനും ഒരുപാട് മുമ്പേ തന്നെ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ളൊരു തള്ളുണ്ടാവുന്നുണ്ടാവും. അത് തന്നെ ആയിരിക്കും ഇതിനകത്ത് സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടറിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്, തള്ളിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷേ ഈ കഥകളെല്ലാം ആവേശം ഉണ്ടാക്കുന്നതായിരിക്കും. അങ്ങനെ ഈ പിള്ളേർ കാത്തിരുന്ന് രംഗണ്ണനെ പരിചയപ്പെട്ട് പുള്ളിയുടെ കമ്പനിയായിട്ട് മാറി. പക്ഷേ പുള്ളി കോളേജിൽ വന്ന് ഇവർക്ക് വേണ്ടി തല്ലുണ്ടാക്കുമ്പോൾ ഇവർ ഞെട്ടുന്നുണ്ടാവും. ഇങ്ങനെ ഈ ലോക്കൽ സപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴൊരു പ്രശ്നം അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ. പക്ഷെ അവർ നമ്മളെഴുതി ചിലപ്പോൾ നെഞ്ചത്തേക്ക് വെക്കും, ചിലപ്പോൾ നമ്മളെ തോളത്തേക്ക് വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളിൽ നമ്മളും കൂടി ഭാഗമാവുന്നത് പോലെ ആയിപ്പം. അങ്ങനെ ഈ 3 കൂട്ടുകാർ കോളേജിലൊരു ചെറിയ തല്ല് കേസിൽ തല്ലി ജയിക്കാനോ കുറച്ച് പിള്ളേരുടെ മുമ്പിൽ ഷോ കാണിക്കാനോ വേണ്ടി രംഗണ്ണനുമായിട്ട് കമ്പനി ആവുന്നതും, പക്ഷേ രംഗണ്ണൻ എന്താണ് എന്ന് എക്സ്പ്ലോർ ചെയ്ത് വരുംതോറും അവർ കൂടുതൽ പേടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു കഥയായിരിക്കും ഈ സിനിമ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിലെനിക്ക് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ മാസ് എലമെൻറ്റുകളും പുള്ളിയുടെ പേടിപ്പിക്കൽ എലമെൻറ്റുകളും മാത്രമായിട്ട് ആ ക്യാരക്ടറിനെ മാത്രമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരു ഡാർക്ക് മൂഡ് പടമായിപ്പോൾ. അതായത് വെട്ടും കുത്തും കൊലയും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ ഈ പറയുന്ന കഥയൊക്കെ കേട്ടാൽ അറിയാം. പക്ഷേ അവിടെ ഇയാൾക്കൊപ്പം നിൽക്കുകയും എന്നാൽ ഇയാളെ പേടിക്കുകയും ചെയ്യുന്ന കുറച്ച് ആളുകൾ, ഈ 3 സ്റ്റുഡൻസ്, അവർ വന്നു കഴിയുമ്പോൾ ഇതിൽ ഹ്യൂമറിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇയാൾ എന്ത് അക്രമം കാണിച്ചു കഴിഞ്ഞാലും അതിലെ ഒരു ഫൺ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂമർ എലമെൻ്റ് എടുത്ത് നമ്മുടെ മുന്നിലേക്ക് വെക്കാൻ പറ്റും. അതൊരു ബ്രില്യൻറ്റ് പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയായിട്ടായിരിക്കും, അതും ഫുൾ മ്യൂസിക്, ഫുൾ വയലൻസ് ഒക്കെ ആയിട്ട് ഒരു അടിച്ചുപൊളി പടം. അതായത് ഈ രക്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു ഫൺ എലമെൻറ്റിനെ മാക്സിമം വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സിനിമയായിരിക്കും ആവേശം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇതിൻ്റെ കഥയുടെ പോക്ക് ഗംഭീരമായിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പോലും ഇതിലെ മൊമെൻറ്റുകൾ ടീച്ചറൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ മൊമെൻറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, വളരെ ഞെട്ടിപ്പിക്കുന്ന രംഗണ്ണൻ്റെ ലൈഫിലേക്ക് ഈ 3 കുട്ടികൾ അറിയാതെ വന്ന് പെട്ടുപോവുകയാണ്. അവർ പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു റൈഡ്, അവർ സർക്കസിൽ കയറി പോകുന്നത് പോലെ. അതിൽ പാട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പോൾ ജാഡ എന്ന് പറയുന്ന ട്രാക്ക്, നല്ലവരായ ഞാൻ വീണപ്പോൾ ചിരിച്ച കൂട്ടുകാരെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ എൻ്റെ ജാഡ എന്ന് പറയുന്ന പോലത്തെ ഒരു ലൈനിലാണ് അത് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ 3 കൂട്ടുകാർ അവർ കോളേജിൽ ഷൈൻ ചെയ്തിട്ട് ജാഡ ഇടുന്ന, രംഗണ്ണൻ്റെ ആളുകളാണ് ഞങ്ങളെന്നൊക്കെ പറയുന്ന പോലെ ഷൈൻ ചെയ്യുന്ന മൊമെൻറ്റിലായിരിക്കും ജാഡ എന്ന് പറയുന്ന പാട്ട് വരിക. ഗലാട്ട എന്ന് പറയുന്ന പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ പറയുന്ന ഒരു സർക്കസ് ഒരു പരിപാടിയിൽ പെട്ടുപോയ കൂട്ടുകാരെന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ലൈനാണ്. അപ്പം ഒന്നും അറിയാതെ രംഗണ്ണൻ്റെ ഈ കാന്തിക വലയത്തിനുള്ളിൽ പെട്ടുപോകുന്ന ആ 3 കൂട്ടുകാരുടെ കഷ്ടപ്പാടുകൾ. ആൻഡ് ഈ പേരും ഞാനിങ്ങനെ വെറുതെ ആലോചിച്ചു, ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കാം ഈ ആവേശം, ആദി, വേദ,
ശംഭു എന്ന് പറയുന്ന 3 കൂട്ടുകാരനൊക്കെ പറയുന്നത് അങ്ങനെ ചില സാധ്യത ഇല്ല. കാര്യം അവർ പേരിടുമ്പോൾ ഇങ്ങനെ ആളുകളുടെ പേര് വെച്ചിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ജിത്തു മാധവൻ്റെ ആദ്യത്തെ പടത്തിലും ഈ രോമാഞ്ചം എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കണക്ഷൻ വരണമായിരുന്നല്ലോ, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ആവേശം എന്ന് പറയുന്നത് 3 കൂട്ടുകാരുടെ പേരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 പേരുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇനി അതല്ലെങ്കിലും സിനിമ ആവേശം ഉണ്ടാക്കുന്നൊരു സിനിമയാണ്, അല്ലെങ്കിൽ ഇവരുടെ ആവേശം നിറഞ്ഞൊരു ജേണി കാണിക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ കാര്യം ഇതിൻ്റെ സ്റ്റോറി ലൈൻ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, വേണമെങ്കിൽ കേട്ട് നോക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. ഇവിടെ വളരെ യങ് ക്രൗഡിനെ കാണിക്കണം. അതായത് കോളേജിൽ പോകുന്ന പിള്ളേർ, അവരുടെ ഒരു ലൈഫ് ഒരു സംഭവം കാണിക്കണം. അതേസമയം തന്നെ രംഗണ്ണൻ്റെ അത്രയും ഡാർക്കായിട്ടുള്ള ഒരു പാസ്റ്റ് ഹിസ്റ്ററി, അതിലെ തള്ളുകൾ, അതുപോലെ തന്നെ അയാൾ ഇനി കാണിച്ചു കൂട്ടാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കാണിക്കണം. ഇതിൻ്റെ രണ്ടിനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വിഷ്വൽ ലാംഗ്വേജിലാണ് പടം ഒരുങ്ങിയിട്ടുള്ളതെന്ന് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അതിന് ഇതിൻ്റെ ക്യാമറമാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറിസ്റ്റ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം എഡിറ്റിംഗ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. VFX ടീം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സമീർ താഹിറാണ്. ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു സമൃദ്ധ തന്നെയാണെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. അതായത് നമ്മൾ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഭംഗിയായി ക്യാമറയിൽ കാണിക്കാൻ പറ്റുന്ന ആളാണ് സമീർ താഹിർ എന്ന് പറയുന്നത്. ആ ഒരു കോൺഫിഡൻസ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നത് പോലെ ആസ് എ പ്രേക്ഷകൻ നമുക്കും ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഇയാൾ പൊളിക്കും, ഇയാൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജിൽ ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അതുപോലെ വിവേക് ഹർഷനാണ് ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതും കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം മ്യൂസിക്. സുഷിൻ ശ്യാം അടിവരട്ട് പരിപാടി കഴിഞ്ഞു. വേറെ ഒന്നും അതിൽ പറയാനില്ല എന്ന് പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരും രംഗണ്ണൻ എന്ന് പറയുന്ന വളരെ വൈൽഡായിട്ടുള്ള, ചിലപ്പം തള്ളുകൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ പോലും അതിലൊരുപാട് വയലൻ്റ് എലമെൻറ്റുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഹ്യൂമറിൻ്റെ സാധ്യതകളുണ്ട്, അതുപോലെ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരുപാട് വിഷ്വൽസിന് സാധ്യതയുണ്ട്. വളരെ യങ് വൈബിൽ നമുക്ക് ജോളിയായിട്ട് എൻജോയ് ചെയ്ത് കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുടെ സാധ്യതകളുണ്ട്. ഈ സാധ്യതകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നല്ല രസമായി മ്യൂസിക്കലി പോകുന്നൊരു സിനിമയാണ് ഇതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിലെ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ. പിന്നെ നല്ല വൈബാണെന്നേ, ചുമ്മാ ഇങ്ങനെ കേട്ടോണ്ടിരുന്നത് ജാട, ഞാൻ എത്ര പ്രാവശ്യം കേട്ടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുപോലെ ഗല 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 ഗലാട്ട, പിന്നെന്താണ് ഇല്ലുമിനാറ്റി, ഞാൻ എത്ര പ്രാവശ്യം എന്ത് രസമാണ് അതിൻ്റെ വിഷ്വൽ. അവർ ഇപ്പം അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന വിഷ്വൽ തന്നെ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫഹദ് ഫാസിൽ എന്ന് പറയുന്നത്, ഞാൻ പറയുമ്പോൾ ചിലപ്പം ഓവറാക്കുന്നു, അലമ്പാക്കുന്നു എന്നതുപോലെ ചിലപ്പോൾ തോന്നുമായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ഇതുപോലൊരു ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു വലിയ ഡോൺ നേതാവ് എന്നൊക്കെ പറയുമ്പോഴേക്കും കുറേയും കൂടി ശരീരമുള്ള ആളുകളാണ് അതൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ തന്നെ അഭിനയിക്കുന്ന മൻസൂർ അലിഖാൻ ഇതുപോലെ ഒരുപാട് ചെയിനൊക്കെ ഇട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു മാസ് സാധനം ഫീൽ ചെയ്യുമല്ലോ. ഫഹദ് ഫാസിലിനെ ആ അപ്പിയറൻസിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ അതിലൊരു ഏച്ച് കെട്ടൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ആ വിഷ്വൽ കാണുമ്പോൾ. പുള്ളി അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണെങ്കിലും ഓരോ സാധനങ്ങൾ പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള അപ്പാരൽസ് ആണെങ്കിലും എല്ലാം പുള്ളിക്ക് വളരെ മാച്ചിങ് ആയിട്ട് അയാളെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാഷർ ഹംസ എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറിനൊരു വലിയ പങ്കുണ്ട്. പുള്ളിക്കൊരു വലിയ കയ്യടി കൊടുക്കണം. നമ്മൾ ഇദ്ദേഹത്തിനെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിൽ തൊട്ട് കാണുകയാണ്. ഇപ്പോൾ എടുത്തു പറയണമെന്ന് എനിക്ക് ഒന്ന് തല്ലുമാല, പിന്നെ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കമ്മട്ടിപ്പാടം. ഇങ്ങനെയുള്ള സിനിമകളിൽ കാലഘട്ടത്തിനെയും ആളുകളെയും ക്യാരക്ടറിനെയും ഒക്കെ മാർക്ക് ചെയ്യുന്ന രീതിയിൽ ഗംഭീരമായിട്ട് അതിൻ്റെ ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ കുട്ടികളുടെ ഒന്നും കയ്യിലാണെങ്കിലും ഈ പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ പരിപാടികൾ കണ്ടതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് കഥയല്ല ഇത്, കുറച്ചൊന്ന് പുറകിലേക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ അതിനോട് വളരെ നീതി പുലർത്തുന്ന രീതിയിൽ അദ്ദേഹം ഇതും ചെയ്തിട്ടുണ്ടാവും, മുൻ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കോസ്റ്റ്യൂം പോലെ തന്നെ മേക്കപ്പും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് ഈ ടീസറിൻ്റെ ഏറ്റവും അവസാനം ചിരിപ്പിക്കല്ലേ ചിരിപ്പിച്ച ചോര തെറിക്കും എന്ന് പറയുന്നൊരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മുറിവുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യണം, ആ ഭീകരത നമുക്ക് ഫീൽ ചെയ്യണം. ബാക്കി ഈ ഡയലോഗ്സൊക്കെ ആണെങ്കിലും ഇവർ ആ ഫൺ എലമെൻറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭീകരത ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതൊരു കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള മേക്കപ്പ് പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. RG വയനാടൻ, അദ്ദേഹത്തിനെയും നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി തൊട്ട് ഉള്ള സിനിമകൾ രോമാഞ്ചമൊക്കെ അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഞാൻ വിക്കിപീഡിയ നോക്കിയിട്ടാണല്ലോ ഈ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. അപ്പോൾ മേക്കപ്പ് എനിക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് പ്രൊഡ്യൂസേഴ്സ് നസ്രിയ, അൻവർ റഷീദ് രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം അത്യാവശ്യം ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള വലിയ വിജയങ്ങളാക്കിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഓഫ് കോഴ്സ് സംവിധായകൻ ജിത്തു മാധവൻ
ഒരാളുടെ രണ്ടാമത്തെ പടത്തിൻ്റെ ഹൈപ്പാണിത്. അതായത് ഇവർ വലിയ വലിയ ഇൻ്റർവ്യൂസ് കൊടുത്ത് ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് പരിപാടി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു റോഡ് ട്രിപ്പോ അല്ലെങ്കിൽ ഒരു 10-20 കോളേജ് നിരത്തി പിടിച്ച് പോകലോ ഇങ്ങനെയുള്ള പ്രൊമോഷണൽ സ്റ്റണ്ടുകളൊന്നും കൊടുത്തിട്ടില്ല. ഫഹദ് ഫാസിലിനോട് തന്നെ പ്രൊമോഷൻ ഒരു ആവശ്യമാണോ അല്ലെങ്കിൽ അതിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പോലും സംസാരിക്കുന്നത്. സ്റ്റിൽ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഫസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്, എൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് രോമാഞ്ചം കാണുക എന്നുള്ളതാണ്, ആവേശം കാണുക എന്നുള്ളതാണ്. കാര്യം ഇതിൻ്റെ ടീസറും ഒക്കെ നമുക്ക് തരുന്നൊരു ഫീൽ അങ്ങനെയാണ്. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് തകർത്ത് കാണുക, എന്നിട്ട് ആ ഒരു ഹൈ എലമെൻറ്റ് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്ന് ഡൗൺ ആകുമ്പോഴേക്കും പതുക്കെ പോയി വിനീത് ശ്രീനിവാസൻ്റെ സിനിമ കാണുക. അപ്പം അത് വേറൊരു മൂഡിലേക്ക് വേറൊരു വൈബിലേക്ക് പോകുന്നു. അങ്ങനെ ദിവസം, അതായത് വ്യാഴാഴ്ച എന്ന് പറയുന്ന ദിവസം നല്ല രസമായിരിക്കുക. രാവിലെ നമ്മൾ ആവേശത്തിന് കയറുന്നു, പിന്നെ നമ്മൾ പതുക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള മറ്റൊരു സിനിമ കാണുന്നു. അങ്ങനെ ഒരു അടിപൊളി ദിവസമായിട്ട് നാളത്തെ ദിവസം അവസാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജിത്തു മാധവൻ രോമാഞ്ചം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് തിയേറ്ററിൽ ആൾക്കൂട്ടമായിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമയുടെയും ടീസർ കണ്ടപ്പോൾ എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പുള്ളി അങ്ങനത്തെ സിനിമകൾ എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ കൊണ്ട് വീഡിയോ അവസാനിപ്പിച്ച ചില ആൾക്കാർ പറയും അതെന്താ ഫഹദ് ഫാസിൽ നിനക്കൊരു പ്രതീക്ഷയില്ലേ എന്ന്. ഫഹദ് ഫാസിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു സെല്ലിംഗ് ഫാക്ടറാണ്. ആൻഡ് അയാളുടെ സ്റ്റൈല്, അയാൾ അർമ്മതയാണ്, എടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പൊളിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നമ്മളെല്ലാവരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സജിൻ ഗോപു, പുള്ളിയിലെ ആർട്ടിസ്റ്റിനെ, അതായത് പുള്ളിയിലെ എന്താ പറയുക ആ അഭിനേതാവിനെ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. രോമാഞ്ചം കാണുമ്പോൾ നമുക്കതിനൊരു ഫൺ ക്യാരക്ടർ ആയിട്ടൊക്കെ തന്നെ ഫീൽ ചെയ്യുകയാണെങ്കിൽ പോലും, ഇനി അതല്ല അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളിൽ ചെറിയ വേഷങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ സാധനങ്ങൾ ആ മനുഷ്യൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതെന്തായാലും വരും വർഷങ്ങളിൽ നമ്മൾ സ്ക്രീനിൽ കാണും. അദ്ദേഹത്തിന് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തേടി വന്നിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി ഇമോഷണൽ പരിപാടികളൊക്കെ പിടിക്കാൻ പറ്റിയ അതിനുള്ള ആളുണ്ട്. അദ്ദേഹത്തിന് ഗംഭീരമാക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ തന്നെയുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് തേടി എത്തണം എന്നെനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അത് ജാനേമൻ കണ്ടപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. രോമാഞ്ചം കണ്ടപ്പോൾ എനിക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് പലതും ചെയ്യാൻ പറ്റും, വളരെ പ്രതീക്ഷയുണ്ട്. പിന്നെ മൻസൂർ അലിഖാൻ, ആശിഷ് വിദ്യാർത്ഥി, അവരൊക്കെ കാസ്റ്റിംഗ് ലിസ്റ്റിലുണ്ട്, അവരൊക്കെ തകർക്കും. പിന്നെ 3 പിള്ളേർ, പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നിനക്ക് ഹിപ്സ്റ്റർ അറിയില്ലടാ എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ട്രോൾ വീഡിയോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അവരുടെ പേരുകൾ ഇപ്പോൾ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണണം. മാത്രമല്ല ഈ 3 പേരുടെ പേരിനോടൊപ്പം അവരെ തല്ലിത്തോൽപ്പിച്ച, അവർക്ക് ദേഷ്യമുണ്ടാക്കിച്ച അപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അത് ഏജ് ഗ്രൂപ്പിൽ വരുന്ന, അതാരൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതൊക്കെ കൂടി നോക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പേര് വായിക്കാം. ഇപ്പോൾ ആവേശത്തിന് ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ബാക്കി ആവേശം കണ്ടിട്ട് സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.